ഹലോ, എല്ലാവർക്കും നമ്മുടെ നന്ദാസ് ടാങ്കി ട്യൂബിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു മഷ്റൂം പൊട്ടറ്റോ ചീസ് ബോൾസ് ആണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ മഷ്റൂം ചീസ് ബോൾസിന് വേണ്ടത് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. മഷ്റൂം പൊട്ടറ്റോ ചീസ് ബോൾസ് ഒരു ഈവനിങ് സ്നാക്കായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി എന്തായാലും ആദ്യം വേണ്ടത് പൊട്ടറ്റോ ആണ്. 3 പൊട്ടറ്റോ ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് മഷ്റൂമാണ്. മഷ്റൂം ഒരു 11-12 മഷ്റൂം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സവോള കൂടി എടുക്കുന്നുണ്ട്. കോൺഫ്ലവർ വേണം. ഇത് ആവശ്യാനുസരണം നമുക്ക് എടുക്കാം. എത്രയാണെന്ന് ഇപ്പോൾ അളവ് പറയുന്നില്ല. ഇനി ചീസ് വേണം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഉപ്പും കൂടി വേണം. ഇനി സവോള എടുത്ത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മഷ്റൂം കൂടെ ഇങ്ങനെയൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. നമ്മളുണ്ടാക്കുന്ന സ്നാക്കിലുണ്ടല്ലോ, ഈ മഷ്റൂമിന് പകരം നമുക്ക് ചിക്കനോ ബീഫോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ക്യാരറ്റ് പോലുള്ള വെജിറ്റബിൾസ് വെച്ചത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ മഷ്റൂമും സവാളയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കുന്നതിന് വേണ്ടി ഒരു പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. സവോള ഏകദേശം ഒരു സെമി ട്രാൻസ്പെറൻറ്റ് ആകുന്ന വരെ വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂം കൂടെ ചേർത്ത് കൊടുക്കാം. അറിയാലോ, പിന്നെ കൂണിന് വലിയ വേവൊന്നുമില്ല. ഒരു 4-5 മിനിറ്റ് നേരം വേവിച്ചെടുത്താൽ മതി. ഇതിങ്ങനെ ഒന്ന് എല്ലാം കൂടി ഒന്ന് കൂട്ടി വെച്ചിട്ടൊന്ന് വേണമെങ്കിൽ അടച്ചു വെച്ച് വേവിക്കാം. മഷ്റൂം അങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. അത് വേവുന്ന സമയത്തിനുള്ളിൽ നമുക്ക് ഈ പൊട്ടറ്റോ ഒന്ന് ശരിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം. ആദ്യം ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അടുപ്പത്ത് വെച്ചിരിക്കുന്ന മഷ്റൂം എന്തായെന്നൊന്ന് നോക്കാം. അതിപ്പോൾ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മാഗിയുടെ ഒരു ടേസ്റ്റ് മേക്കർ ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കണമെന്നില്ല, ഓപ്ഷനിലാണ്. ഞാനിതിപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ടൊന്ന് ചേർത്തു എന്ന് മാത്രം. ചേർത്ത് കൊടുത്താൽ കുറച്ച് ടേസ്റ്റ് കൂടുതലുണ്ടാവും. പിന്നെ ഇതിന് നല്ല ഉപ്പാണ്. അതുകൊണ്ട് ആ ഒരു ഇത് ഇട്ട് കൊടുത്തിട്ട് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ മഷ്റൂമിലേക്ക് ചേർക്കാനുള്ളത് കുരുമുളക് പൊടിയാണ്. അത് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. മഷ്റൂം വെച്ചിട്ട് ഇപ്പോൾ 4-5 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനാവശ്യമായ പൊട്ടറ്റോ ഒന്ന് തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി പൊട്ടറ്റോ സ്മാഷ് ചെയ്തതിലേക്ക് കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കണം. ഇത് നന്നായി കുഴച്ചെടുക്കുക. ഏകദേശം നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് ഒഴിക്കുന്നില്ലേ, ആ ഒരു പരുവത്തിന് നന്നായിട്ട് കുഴച്ചെടുക്കണം. കോൺഫ്ലവർ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കേണ്ട, കുറച്ച് ഇട്ട് കൊടുത്താൽ മതി പാകത്തിന്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പൊട്ടറ്റോ ഉപ്പിട്ട് വേവിച്ചതായിരുന്നു, എന്നാലും കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കാം. ഈ കോൺഫ്ലവർ കുറച്ച് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. അത് ഞാൻ ആദ്യം ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോൾ പറയാൻ മറന്നുപോയായിരുന്നു. ഉരുളക്കിഴങ്ങും കോൺഫ്ലവറും ഉപ്പും ബേക്കിംഗ് പൗഡറും എല്ലാം കൂടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു ചപ്പാത്തി മാവിൻ്റെ ഒക്കെ പരുവത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് വെള്ളം തൊട്ടതിന് ശേഷം നമുക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ മാവ് കുറച്ച് കയ്യിലെടുത്ത് വെച്ച് ഉള്ളം കൈ കൊണ്ട് ഉരുട്ടിയെടുക്കണം. ഇനി ബോളിൽ ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. നമ്മൾ സാധാരണ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയ ഹോൾ ഉണ്ടാക്കത്തില്ലേ, അതുപോലെ ചെറിയ ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. അതിനുശേഷം എടുത്തു വെച്ചിട്ടുള്ള ഒരു പീസ് ചീസ് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള മഷ്റൂം കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിൽ വെക്കാൻ പറ്റുന്നത്രയും മഷ്റൂം വെച്ച് കൊടുക്കുക. ഈ ചീസ് മഷ്റൂമിലേക്ക് ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ച് കൊടുത്താലും മതി. ഇനി ഇത് ക്ലോസ് ചെയ്യണം. നമ്മൾ എണ്ണയിൽ ഇടുമ്പോൾ ഇത് പൊട്ടി പോകാത്തത് നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ എല്ലാ ബോൾസും ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ ഈ ബോൾസൊക്കെ ഉണ്ടാക്കിയിട്ട് എണ്ണയിലിട്ട് വറുത്ത് കോരി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എണ്ണയിലിട്ട് ഡീപ് ഫ്രൈ ചെയ്യണ്ടെന്നുള്ളവർക്ക് ഇതൊരു പരന്ന ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് അല്ലാതെ തന്നെ ഒരു പാനിലിട്ട് 2 വശവും മറിച്ചിട്ട് വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് പരന്ന ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കടായിലെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ബോൾസുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം.
ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമുക്ക് വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് പതുക്കെ വറുത്തെടുത്താൽ മതി, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇതിനകമൊന്നും വേവത്തില്ല. ഇടയ്ക്ക് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. പിന്നെ പല സ്റ്റൗവിൻ്റെ ഫ്ലെയിമിൻ്റെ അനുസരിച്ച് കൂടുതൽ സമയം കുറഞ്ഞ സമയമൊക്കെ ആവും. അപ്പോൾ ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ എന്തായാലും ഇതിങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കുക. ബാക്കിയുള്ള ബോൾസ് കൂടെ ഇങ്ങനെ വറുത്തെടുക്കാം. ഇനി നമ്മൾ ഫ്ലാറ്റ് ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചതുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാനൊരു ഫ്രൈങ് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വളരെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അതിൽ വെച്ചിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതും ലോ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഒരു വശം ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതും ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റിയിടാം. അപ്പോൾ നമ്മുടെ മഷ്റൂം പൊട്ടറ്റോ ചീസ് ബോൾസ് ഉണ്ടാക്കുന്ന എല്ലാവരും കണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത തവണ മഷ്റൂം കിട്ടുമ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു. അപ്പോൾ ഇനി അടുത്ത തവണ കാണുന്നവരെ ബൈ ബൈ.